മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന് എല്ലാ കാലത്തും ഈ നാട്ടിലുള്ള ജനങ്ങളോട് ഏറ്റവും പ്രഥമമായും പ്രധാനമായും ഉണർത്തുവാനും ശ്രദ്ധയിൽപ്പെടുത്തുവാനുമുള്ളത് ആദർശത്തെക്കുറിച്ചാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും പേരിൽ ഒരുപാട് സംഘങ്ങളും സംഘടനകളും കൂട്ടായ്മകളുമൊക്കെ നിലവിലുണ്ട്. ആ സംഘടനകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ ദീൻ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന സംഘങ്ങളുടെ ഭാഗമാണ് മുജാഹിദ് പ്രസ്ഥാനം. കേരളത്തിലെ എല്ലാ ഇസ്ലാമിക സംഘടനകളിൽ നിന്നും മുജാഹിദ് പ്രസ്ഥാനം വേറിട്ട് നിൽക്കുന്നതും അവിടെയാണ്. ചില ആളുകളൊക്കെ ചിലപ്പോഴൊക്കെ ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്. ഈ 900 സംഘടനകൾ ഇവിടെ ഉണ്ടാക്കി വേറിട്ട് പ്രവർത്തിക്കുന്നതിന് പകരം എല്ലാവരും മുസ്ലിങ്ങളാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഭാഗമായി സംഘടനാ ഭിന്നതകളോ വ്യത്യാസങ്ങളോ ഇല്ലാതെ എന്തുകൊണ്ട് പ്രവർത്തിച്ചുകൂടാ എന്നാണ് ചോദിക്കാറുള്ളത്. എന്നാൽ ഇപ്പോഴത്തെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ചില ആളുകളെങ്കിലും ഉറക്കെയും കുറച്ചാളുകൾ പതുക്കെയും പറയുന്ന ഒരു കാര്യം, മുജാഹിദ് പ്രസ്ഥാനവും അതിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളും ഇല്ലായിരുന്നുവെങ്കിൽ ഈ മുസ്ലിം സമുദായം എവിടെയായിരിക്കും എത്തി നിൽക്കുക എന്നുള്ളതാണ്. ഇത്രയൊക്കെ പ്രബോധന പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ടായിട്ടും കേരളത്തിലെ മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ ഈ ലോകത്തെ നിയന്ത്രിക്കുകയും അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഏതാണ്ട് ഒരു 3 പതിറ്റാണ്ട് മുമ്പ് കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ ജീവിച്ച് മരിച്ചുപോയ ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന CM മടവൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന മനുഷ്യനാണ് എന്ന് യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നിടത്താണ് നമ്മളുള്ളത്. ഇത് വിവരമില്ലാത്ത ആരുടെയെങ്കിലും വാക്കുകളല്ല, മറിച്ച് ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി എന്ന് സ്വയം അവകാശപ്പെടുകയും ആ പരിധിയിലുള്ള ചില അനുയായികളൊക്കെ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആൾ മുതൽ ഇങ്ങ് താഴോട്ട് ഒരുപാട് ആളുകൾ അത് വിശ്വസിക്കുന്നു, അത് പ്രചരിപ്പിക്കുന്നു, അതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു.
അതും കഴിഞ്ഞ് കുറച്ചാളുകൾ CM മടവൂര് പടച്ചവനാണ് എന്ന് പറഞ്ഞാൽ തന്നെ കുഴപ്പമില്ല എന്നിടത്ത് എത്തി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങൾക്ക്, പ്രമാണങ്ങൾക്ക് തികച്ചും വിരുദ്ധവും വികലവുമായ വിശ്വാസാദർശങ്ങൾ ഈ സമൂഹത്തിലേക്ക് കടന്നു വരുന്നിടത്താണ് മുജാഹിദ് പ്രസ്ഥാനം ആദർശ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്താണ് ഇതര മുസ്ലിം സംഘടനകളും മുജാഹിദ് പ്രസ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം എന്ന ചോദ്യത്തിന് മുജാഹിദുകൾക്ക് പറയാനുള്ള മറുപടിയും അത് തന്നെയാണ്. മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ നിർവഹിച്ച ഉത്തരവാദിത്തം നവോത്ഥാനമാണ്. നമുക്കറിയാം, നവോത്ഥാന പ്രസ്ഥാനങ്ങളും നവോത്ഥാന പ്രവർത്തനങ്ങളുമൊക്കെ കീഴ്മേൽ മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. കേരളത്തിൽ നവോത്ഥാനത്തെയും നവോത്ഥാന മൂല്യങ്ങളെയും ഒക്കെ സംരക്ഷിക്കുവാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്നത് വാതുറന്നാൽ വർഗീയതയും പരമത വിദ്വേഷവും മാത്രം പറയുന്ന, സ്വന്തം മതത്തിൽപ്പെട്ട ആളുകൾ അവർ ഇതര ജാതിയിൽപ്പെട്ടവരായിപ്പോയി എന്നതുകൊണ്ട് അവരെ ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനാണ് എന്ന് നമുക്കറിയാം. നവോത്ഥാനവും നവോത്ഥാന മൂല്യങ്ങളുമൊക്കെ എത്രമാത്രം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ആ പദവി പോലും നമ്മളോട് പറയുന്നത്. മുജാഹിദ് പ്രസ്ഥാനം നിർവഹിച്ച നവോത്ഥാനം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തിന് മുന്നിൽ നിർവഹിച്ച ഉത്തരവാദിത്തം എന്താണോ അതാണ്. കേരളത്തിലെ ഒരു മുസ്ലിം സംഘടനക്കും അവകാശപ്പെടാൻ കഴിയാത്തതും ആ ഒരു പ്രത്യേകതയാണ്. മുജാഹിദുകൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ പുതിയ എന്തെങ്കിലും ഒരു ആദർശമോ സന്ദേശമോ പറയുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് മുജാഹിദുകൾ ഈ സമൂഹത്തോട് ആവശ്യപ്പെടുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് നിയോഗിച്ച പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു ദീനാണോ ഈ സമൂഹത്തിന് പഠിപ്പിച്ചു നൽകിയത്, ആ ദീൻ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ്. ഈ മാനദണ്ഡം വെച്ച് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. കേരളത്തിലെ ഏത് മുസ്ലിം സംഘടനക്കാണ് ആധികാരികമായി ഇതാണ് ഞങ്ങളുടെ പ്രമാണമെന്ന് പറയാൻ കഴിയുക? സമസ്തക്കാർക്ക് പറയാൻ കഴിയുമോ? അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും പഠിപ്പിച്ച ദീനിലേക്കാണ് ഞങ്ങൾ ഈ സമൂഹത്തെ ക്ഷണിക്കുന്നത് എന്ന് സമസ്തയുടെ ആദർശമായി നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. CM മടവൂര് ഖുതുബുൽ ആലമാണ്, മുദബ്ബിറുൽ ആലമാണ് എന്ന് വിശ്വസിക്കുന്നവർ മുതൽ, അദ്ദേഹമാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നവർ മുതൽ, സ്വന്തം വീട്ടുമുറ്റത്തായാലും ഇനി ജാറത്തിന്റെ അടുത്തായാലും കൊടിമരങ്ങൾ ഉണ്ടാക്കി ആ കൊടിമരങ്ങൾ തവാഫ് ചെയ്യുകയും ആ കൊടിമരങ്ങൾക്കിടയിൽ സഅയ് നടത്തുകയും ആ കൊടിമരത്തിന്റെ ചുറ്റിലേക്ക് പണമെറിയുന്ന ഒരു സമൂഹത്തെ ഇവിടെ സൃഷ്ടിക്കുകയും ചെയ്തതാരാണ്? ഇപ്പൊ ചില ആളുകൾ ജനങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പറയുന്നുണ്ട്, ഇതൊക്കെ ആത്മീയ ചൂഷണമാണ്, ഇതിനൊന്നും ഇസ്ലാമുമായി ബന്ധമില്ല, ഇതിനൊന്നും സമസ്തയുമായി ബന്ധമില്ല, ഈ വിശ്വാസം ഇസ്ലാമിനെതിരാണ്. CM മടവൂരിനെ പറ്റി അങ്ങനെ ആരെങ്കിലും വിശ്വസിച്ചാൽ, ഈ ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂരാണെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ, അള്ളാഹു അറിയുന്നതൊക്കെ അറിയുമെന്നും അള്ളാഹുവിന്റെ കഴിവുകളൊക്കെ CM മടവൂരിനുണ്ട് എന്നും ആരെങ്കിലും വിശ്വസിച്ചാൽ അതൊക്കെ ശിർക്കാണ് എന്ന് ശറഹുൽ അഖായിദ് പോലെയുള്ള ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ചില ആളുകൾ പറയാറുണ്ട്. എന്നാൽ ഈ ഒരു വിശ്വാസത്തിന് ഇവിടെ അടിത്തറ പാകിയതാരാണ്? സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന സംഘടനക്ക്, അത് EK വിഭാഗമാകട്ടെ, AP വിഭാഗമാകട്ടെ, സംസ്ഥാനയാകട്ടെ, ആരായാലും ശരി, ആ ആളുകൾക്ക്
ഈ വിശ്വാസം സ്വീകരിക്കുന്ന ഒരു മനസ്സുള്ള സമൂഹത്തെ ഇവിടെ സൃഷ്ടിച്ചെടുത്തതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമോ? ഇന്ന് CM മടവൂരിനെ പറ്റി എന്തൊക്കെയാണോ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കേരളത്തിലെ പല പ്രദേശങ്ങളിലും മരിച്ചു കിടക്കുന്ന ആളുകളെ കുറിച്ച് എന്തൊക്കെയാണോ ആളുകൾ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്, കറാമത്തുകൾ എന്ന പേരിൽ ജീവിച്ചിരിക്കുന്നവരാകട്ടെ, ആറ്റക്കോയയായാലും നാറ്റക്കോയയായാലും, ഇനി അറിവിൻ നിലാവായാലും പിരിവിൻ നിലാവായാലും, ഏത് ആത്മീയ ചൂഷകരായാലും ഈ സമൂഹത്തിന് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കള്ളക്കഥകൾ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ പിൻബലം നൽകിയത് സമസ്ത പ്രചരിപ്പിച്ച വിശ്വാസങ്ങളുമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. CM മടവൂര് ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയും, ഇല അനങ്ങുന്നത് വരെ CM മടവൂര് അറിയും എന്ന് പറയുന്നത് ഇസ്ലാമിന് നിരക്കാത്തതാണ് എന്ന് മുജാഹിദുകൾ പറയുകയും ഈ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കുകയും ചെയ്തു. ശരിയാണ്, എന്തൊരു തോന്നിവാസമാണ് ഈ പറയുന്നത്. കോഴിക്കോട് ജില്ലയിൽ പലരും കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഫോട്ടോ കണ്ട ആളുകളാണല്ലോ ഇവിടെയുള്ളവരൊക്കെ. ഷർട്ട് പോലും ധരിക്കാതെ കിടക്കയിൽ മലർന്നു കിടക്കുന്ന CM മടവൂരിന്റെ ഫോട്ടോ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ മനുഷ്യനാണത്രേ ആകാശത്തുകൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റുകളെ നിയന്ത്രിക്കുന്നത്. ഈ മനുഷ്യനാണത്രേ ലോകം നിയന്ത്രിക്കുന്നത്. ആ മനുഷ്യൻ സൗദി അറേബ്യയിലെ ജയിലിൽ നിന്ന് പ്രതികളെ ഇറക്കിക്കൊണ്ടുവരുമത്രേ. ആ മനുഷ്യൻ കടൽ യാത്ര ചെയ്യുന്ന ആളുകൾ കപ്പലിന് കേടുപാട് സംഭവിച്ചാൽ ഹെലികോപ്റ്ററിൽ പറന്നു ചെന്ന് ആ കപ്പലിന്റെ കേടുപാടുകൾ തീർത്ത് ആളുകളെ സുരക്ഷിതമായി കരക്കെത്തിക്കുമത്രേ. ഇതൊക്കെ ആരാ പറയുന്നത്? CM മടവൂരിന്റെ മൗലിദികൾ ഉണ്ടാക്കിയവരാണ്, CM മടവൂരിന്റെ ചരിത്രമുണ്ടാക്കിയവരാണ്, CM മടവൂരിനെ വലിയായി കൊണ്ടു നടക്കുന്ന ആളുകളാണ്. ഇത് കേട്ടപ്പോ ജനങ്ങൾ ആലോചിച്ചു, എന്താ ഈ പറയുന്നത്? ഇതൊക്കെ വിശ്വസിക്കാൻ കഴിയോ? അപ്പോഴാണ് ചില സഖാഫിമാർ തന്നെ രംഗത്ത് വന്നുകൊണ്ട് പറയാൻ തുടങ്ങിയത്, ഇതൊന്നും ശരിയല്ല, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. നമ്മളിൽ ചില ആളുകൾ വിചാരിക്കുന്നത് ഈ സഖാഫിമാരൊക്കെ ഇത് പറയുന്നത്, ഇത് എതിർക്കുന്നത് അതിന് പണ്ഡിതന്മാരെ വിളിച്ചുകൂട്ടി ക്ലാസ് നടത്തുകയാണ്. AP വിഭാഗം പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി അവർക്ക് ക്ലാസ് സംഘടിപ്പിച്ച് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും അതേപോലെ അലവി സഖാഫിയും ഒക്കെ ഈ ആളുകളോട് പറയാൻ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ, ബുദ്ധിക്ക് നിരക്കുന്ന കറാമത്തുകളെ നമ്മൾ പറയാൻ പാടുള്ളൂ, ഇതൊന്നും ബുദ്ധിക്ക് യോജിക്കാത്തതാണ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ വഹാബികൾ ചോദ്യം ചെയ്യും. അപ്പോഴാ CM മടവൂരിന്റെ മുരീദുകൾ തിരിച്ചു ചോദിച്ചത്, ഇതൊക്കെ നമ്മൾ പലരെ പറ്റിയും പണ്ട് പറഞ്ഞിട്ടില്ലേ? അപ്പോഴും വഹാബികൾ നമ്മളോട് ചോദിച്ചല്ലോ, ഇതൊക്കെ എന്ത് അടിസ്ഥാനത്തിലാ പറയുന്നത് എന്ന്. നോക്കൂ നിങ്ങൾ, CM മടവൂരിനെ കുറിച്ച് ഇത് പറയുന്നത് തെറ്റാണ് എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഈ സഖാഫിമാർ മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് ഇത് വിശ്വസിക്കുന്നില്ലേ? മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് ഈ ആളുകളുടെ വിശ്വാസം എന്താ? മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞതായി അദ്ദേഹത്തിന്റെ പേരിൽ ഇവർ വ്യാജം പറഞ്ഞുണ്ടാക്കി. എന്താ പറഞ്ഞുണ്ടാക്കിയത്? അള്ളാഹുവിന്റെ അറിവ് എത്രയുണ്ട് എന്ന് എനിക്കറിയാം, ഞാൻ അതിന്റെ അക്ഷരങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്നു. അള്ളാഹുവിന്റെ അറിവിന്റെ അക്ഷരങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്നു ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറയുന്നത് വിശ്വസിക്കുന്നവരല്ലേ സമസ്തക്കാർ? അത് വിശ്വസിക്കുന്നവരല്ലേ ഈ സഖാഫിമാർ? എത്ര ചെടികളുണ്ട് എന്ന് എനിക്കറിയാം ഈ ഭൂമിയിൽ. ഭൂമിയിൽ എത്ര മണൽത്തരികളുണ്ട് എന്ന് എനിക്കറിയാം. കടലിൽ എത്ര തിരമാലകളുണ്ട് എന്ന് എനിക്കറിയാം. എന്നിങ്ങനെ മുഹീദ്ദീൻ ശൈഖിനെ പറ്റി വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് CM മടവൂരിനെ പറ്റിയുള്ള വിശ്വാസം എതിർക്കാൻ കഴിയുക? അപ്പൊ ആ എതിർക്കുന്നത് ഒട്ടും സത്യസന്ധമല്ല എന്നതാണ് സത്യം. പിന്നെ എന്താ അതിന്റെ വസ്തുത? CM മടവൂരി എന്ന് പറയുന്ന ആളെ ഈ നാട്ടിലുള്ളവർക്കൊക്കെ അറിയാം. കാരണം മരിച്ചിട്ട് 30 കൊല്ലമായിട്ടേ ഉള്ളൂ. ഇവിടെയുള്ള ആളുകൾ പലരും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്.
അദ്ദേഹത്തെ അനുഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതം എന്ത് എന്ന് നേർക്കുനേരെ കണ്ടറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ മുദബ്ബിറുൽ ആലമെന്ന് ഖുതുബുൽ ആലമെന്ന് വിശേഷിപ്പിച്ചാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഇപ്പി എതിർത്തുകൊണ്ടിരിക്കുന്ന ചില സക്കാഫിമാരൊക്കെ ഉണ്ടല്ലോ, അവർ ഇവിടെ ഒരു 100 കൊല്ലം ജീവിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുക. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആളുകളൊക്കെ ഒരു 100 കൊല്ലം കഴിയുമ്പോൾ മരിക്കുമല്ലോ. പിന്നെ ബാക്കി ഉണ്ടാകുന്നത് ഈ സക്കാഫിമാരിവിടെ ബാക്കിയുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ CM മടവൂരിന്റെ കറാമത്ത് പറയാനും, ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്നത് CM മടവൂരാണെന്ന് പറയാനും, കപ്പൽ അപകടം ഉണ്ടാവുമ്പോൾ CM മടവൂരിനെ വിളിച്ചോളൂ എന്ന് പറയാനും ഒക്കെ മുമ്പിലുണ്ടാകുക ഈ സക്കാഫിമാരാണ്. ഇന്ന് മൊഹീദ്ദീൻ ഷേഖിനെ കുറിച്ച് പറയുന്നത് പോലെ, ഇന്ന് മൊഹീദ്ദീൻ ഷേഖിനെ പറ്റി ഇവരിതൊക്കെ പറയാനുള്ള കാരണം എന്താ? മൊഹീദ്ദീൻ ഷേഖിന്റെ വീട്ടിലേക്ക് ഒരു സ്ത്രീ കടന്നു വരികയാണ്. എന്താ സ്ത്രീ കടന്നു വരുമ്പോ അവിടെ കാണുന്നത്? അവരുടെ മകൻ ഈ മൊഹീദ്ദീൻ ഷേഖിന്റെ ശിഷ്യനാണ്. ആ ശിഷ്യൻ അവിടെ ഉണ്ടായിരിക്കുമ്പോ മൊഹീദ്ദീൻ ഷേഖിന്റെ ഭക്ഷണത്തളികയിൽ കോഴിയുണ്ട്, അതേപോലെ നല്ല ഭക്ഷണമുണ്ട്. തന്റെ മകന് കൊടുക്കുന്നതാകട്ടെ ഉണക്ക റൊട്ടിയാണ്. ഇത് കണ്ടപ്പോ ഈ സ്ത്രീക്ക് ഭയങ്കര സങ്കടായി. എന്താണിത്? തന്റെ മകന് ഇതൊന്നും കൊടുക്കാതെ ഈ ശൈഖാണല്ലോ ഇതൊക്കെ തിന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചിന്ത ഈ സ്ത്രീയുടെ മനസ്സിൽ വന്നപ്പോ മൊഹീദ്ദീൻ ഷേഖ് അവിടെ ആ തിന്നു കൂട്ടിയ കോഴിയുടെ എല്ലുകളോടൊക്കെ പറഞ്ഞത്രേ, നിങ്ങളെല്ലാം കൂടി ഒരു കോഴിയാകുക എന്ന്. അങ്ങനെയാണ് മുഹീദ്ദീൻ മാലയിൽ പറഞ്ഞ വരി, കോഴിയുടെ മുള്ളോട് കൂകന്ന് ചൊന്നാരെ കൂസാതെ കൂകി പറപ്പിച്ചു വിട്ടോവർ എന്ന് പറയുന്നത്. ഈ കഥയെ ന്യായീകരിക്കാത്ത ഏത് സമസ്തക്കാരാ കേരളത്തിലുള്ളത്? ഈ കഥ ശരിയല്ല എന്ന് പറയാൻ ധൈര്യമുള്ള ഏതെങ്കിലും ആളുകളുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവർ ചോദിക്കുന്നതാണ്, CM മടവൂരിന്റെ മുരീദികൾ ചോദിക്കുന്നു, മൊഹീദ്ദീൻ ഷേഖ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് CM മടവൂരിന് ചെയ്തുകൂടാ? എന്തുകൊണ്ട് CM മടവൂരിന് ചെയ്തുകൂടാ? അപ്പൊ മൊഹീദ്ദീൻ ഷേഖിന്റെ പേരിൽ ഉണ്ടായ കള്ളക്കഥകളെ ന്യായീകരിക്കുന്ന സമസ്തക്കാർക്ക് എങ്ങനെ ഇതിനെ എതിർക്കാൻ കഴിയും? ആറ്റക്കോയയുടെ കൊടിമരത്തെ എതിർത്തുകൊണ്ടിരിക്കുന്നു, കീശേരിയിലെ കൊടിമരത്തെ എതിർത്തുകൊണ്ടിരിക്കുന്നു. ആ കൊടിമരങ്ങളെ പിന്തുണച്ചുകൊണ്ട് ഈ നാട്ടിൽ ഫത്വ നൽകിയത് സമസ്തയുടെ പണ്ഡിതന്മാരല്ലേ? എന്തുകൊണ്ട് ആറ്റക്കോയയുടെ കൊടിമരത്തിന് പുണ്യമുണ്ടായിക്കൂടാ? ചോദ്യം സമുദായത്തിൻ്റെത് അങ്ങനെയാണ്. എന്തുകൊണ്ട് ആറ്റക്കോയയുടെ കൊടിമരത്തിന്റെ അരികിൽ പോയിക്കൂടാ? കാരണം ഉള്ള ആൾ പോയി പണമെറിഞ്ഞിട്ടുണ്ട്, ഏർവാടിയിൽ പോയി പണമെറിഞ്ഞിട്ടുണ്ട്, നാഗൂരിലും അജ്മീറിലും പണമെറിഞ്ഞിട്ടുണ്ട്, പുത്തൻപള്ളിയിലും ഭീമാപള്ളിയിലും പോയി പണമെറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ മരിച്ചു കിടക്കുന്ന ശൈഖുമാരല്ലേ? അങ്ങനെയാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഈ വലിയന്റെ അരികിൽ എന്തുകൊണ്ട് പോയിക്കൂടാ? ഈ സയ്യിദിന്റെ അരികിൽ എന്തുകൊണ്ട് പോയിക്കൂടാ? ഇതിനെ എതിർക്കുന്നത് സത്യസന്ധമായി എതിർക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതൊക്കെ, ഈ ചെയ്തതൊക്കെ, ഇവിടെ പോയതും അവിടെ പോയതും അവിടെ ചെയ്തതും അവിടെ നൽകിയതും തെറ്റാണ് എന്ന് പറയണ്ടേ? അത് പറയാതെ ഏതെങ്കിലും ഒരു വ്യക്തി തങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ടയാളല്ല എന്നതുകൊണ്ട്, അയാൾ ഞങ്ങളെ നേതാക്കന്മാരായി അംഗീകരിക്കുന്നില്ല എന്നതുകൊണ്ട്, ഞങ്ങളുടെ സംഘടനക്ക് അയാളുടെ വരുമാനത്തിൽ നിന്നുള്ള ശതമാനം ലഭിക്കുന്നില്ല എന്നതുകൊണ്ട് എതിർക്കുന്നതാണോ ഇസ്ലാം എന്ന് പറയുന്നത്? പറഞ്ഞു വരുന്നത് ആദർശത്തെ സത്യസന്ധമായി ഈ സമൂഹത്തിൽ പറയുന്നത് കൊണ്ടല്ല ഇത്തരം ചൂഷണങ്ങളെ ഈ ആളുകൾ എതിർക്കുന്നത് എന്നതാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാറ്റിനെയും എതിർക്കാൻ കഴിയണം. ഇനി നോക്കൂ, മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് വേറിട്ട് പോയ ആളുകളുണ്ടല്ലോ. ഈ ആളുകൾക്ക് സത്യസന്ധമായി ഇത്തരം കാര്യങ്ങളെ എതിർക്കാൻ കഴിയുമോ? അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഓർമ്മയില്ലേ ചോദ്യം വന്നത്? കേരളത്തിൽ നിന്നുള്ള ഒരു ലോറി ജീവനക്കാരൻ കർണാടകയിൽ ഒരു പുഴയിൽ അകപ്പെട്ട സംഭവം. ആ സംഭവം മാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയകളിൽ ചർച്ചയായിക്കൊണ്ടിരുന്ന സമയത്ത് വിസ്ഡം വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഒരു പോസ്റ്റ് ഇട്ടു, സമസ്തക്കാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഔലിയാക്കന്മാരോട് ഒന്ന് പോയി ചോദിച്ചിട്ട് ഈ അർജുൻ എവിടെയാണുള്ളത് എന്ന് കണ്ടെത്തിക്കൂടെ? നിങ്ങൾ ഔലിയാക്കന്മാരെ കുറെ ജീവിച്ചിരിക്കുന്നവരുണ്ടല്ലോ, ഓലൊക്കെ കൂട്ടിപ്പോയി ഒന്ന് കണ്ടെത്തിക്കൂടെ എന്നായിരുന്നു ചോദ്യം. ഉടൻ തന്നെ തിരിച്ചു ചോദ്യം വന്നു,
വിസ്ഡം പ്രവർത്തകരെ, എന്നാ നിങ്ങൾക്കൊന്ന് അവിടെ പോയിട്ട് അവിടെ ഹാളിറുള്ള ജിന്നുകളോട് ഒന്ന് ഈ അർജുൻ എവിടെയാ ഉള്ളത് ഒന്ന് കണ്ടെത്തി തരണം എന്ന് പറഞ്ഞൂടെ? ഹറാമല്ലേ ആവുള്ളൂ, ശിർക്കാവൂലല്ലോ, ഹറാമല്ലേ ആവുള്ളൂ. ആ പുഴയുടെ അരികിൽ പോയി ഇവിടെ ഹാജറുള്ള ജിന്നുകളെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഈ അർജുൻ എവിടെയാണുള്ളത്, കാരണം ജിന്നിന്റെ കഴിവിൽപ്പെട്ട കാര്യമാണ്. ജിന്നി എന്ന് പറഞ്ഞാൽ ആഴങ്ങളിൽ മുങ്ങിത്തപ്പുന്ന ജിന്നാണ്. അപ്പോ അങ്ങനെ മുങ്ങിത്തപ്പാൻ കഴിവുള്ള ജിന്നുകളെ നിങ്ങളൊന്ന് മുങ്ങിത്തപ്പി ഈ അർജുന്റെ മൃതദേഹം എവിടെയാണുള്ളത് എന്നൊന്ന് കണ്ടെത്തി തരണേ. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ, അയാൾ മരിക്കുന്നതിന് മുമ്പാണെങ്കിൽ അങ്ങനെ, ഇനി മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് ആശ്വാസം ലഭിക്കാൻ, ആ ആളുകളുടെ സങ്കടമൊന്ന് തീരാൻ, അതിന് ഒരു ജീവൻ രക്ഷിക്കാൻ ഹറാമ് ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ. ഒരാള് മരിക്കാൻ കിടക്കുകയാണ്, ഒന്നുമില്ല, അയാൾ വെള്ളം കുടിക്കാൻ ഒരു വഴിയുമില്ല, ഉള്ളത് കയ്യിലൊരു ലഹരിയുള്ള വെള്ളമാണ്. അങ്ങനെയാണെങ്കിൽ അത് കൊടുത്ത് അയാളുടെ ജീവൻ രക്ഷിക്കാമെന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പോയി അവിടെ ചോദിച്ചുകൂടെ എന്ന ചോദ്യത്തിന് മറുപടി ഉണ്ടായില്ല. എറണാകുളത്ത് ഒരു വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥ എഴുതാൻ വേണ്ടിയിരുന്നപ്പോ വിസ്ഡം വിഭാഗത്തിന്റെ നേതാക്കന്മാരോട്, പണ്ഡിതന്മാരോട് സമസ്തയിലെ മുസ്ലിയാക്കന്മാർ മുഖത്തേക്ക് വിരൽ ചൂണ്ടി ചോദിച്ചു, പുഴയിൽ വീണ് ഒഴുകിപ്പോകുന്നവൻ അവിടെ ഒരു ജിന്നുണ്ട് എന്ന് കരുതി ജിന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ അത് ശിർക്കാണ് എന്ന് പറയാൻ ധൈര്യമുള്ള ഒരൊറ്റയാൾ നിങ്ങളുടെ ഈ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിച്ചപ്പോ എഴുന്നേറ്റ് നിന്ന് അത് ശിർക്കാണ് മുസ്ലിയാരെ എന്ന് പറയാൻ ധൈര്യമുള്ള ഒരാളും അവിടെ ഉണ്ടായില്ല. ഇതാണോ ആദർശം എന്ന് പറയുന്നത്? കഴിഞ്ഞ ദിവസം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാകും, തിരുവനന്തപുരത്ത് നടന്ന ഒരു മുഖാമുഖത്തിൽ വിസ്ഡം വിഭാഗത്തോട് അനുഭവമുള്ള ഒരാൾ വന്ന് ചോദിച്ചു, നിങ്ങൾ ആരോപണമല്ല ഉന്നയിക്കുന്നത്, PN അബ്ദുൽ ലത്തീഫ് മദനി അറബിയിൽ എഴുതിയ ഒരു കത്ത് അദ്ദേഹത്തിന് വായിച്ച് കേൾപ്പിച്ചു കൊടുത്തപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല ഇതുവരെ, ഇൻഷാ അല്ലാഹ് അന്വേഷിക്കണം, പഠിക്കണം, ആ കത്തിലുള്ളത് ശരിയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ആരോപണമല്ല, മറിച്ച് അത് സത്യം തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു 50 വയസ്സിന് മേലെയുള്ള കുറെ മുജാഹിദികൾ ഉണ്ടല്ലോ. 2012 ശേഷം മുജാഹിദികളായവരല്ല, ഞങ്ങളാരും പ്രസംഗിക്കാൻ തുടങ്ങിയ കാലത്ത് മുജാഹിദികളായവരുമല്ല, അതിനു മുമ്പേ മുജാഹിദികളായവരുണ്ടല്ലോ ഇവിടെ. ആ മുജാഹിദികളുടെ അരികിലേക്ക് ചെന്ന് ജിന്നെ രക്ഷിക്കണേ എന്ന് പുഴയിൽ വീണ് ഒഴുകിപ്പോകുന്ന ഒരാൾ വിളിച്ചാൽ, അതല്ലെങ്കിൽ രാത്രി ഇരുട്ടിൽ വെളിച്ചമില്ലാതെ പ്രയാസപ്പെടുന്ന ഒരാൾ ജിന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാകുമോ എന്ന് ചോദിച്ചാൽ അതൊന്ന് ആലോചിക്കേണ്ടതുണ്ട് എന്ന് ഏതെങ്കിലും ഒരു മുജാഹിദ് പ്രവർത്തകൻ പറയുമായിരുന്നോ? ആ ഒരു അവസ്ഥയിലേക്ക് ഇതാ ജിന്നിനോടുള്ള സഹായാർത്ഥനയുടെ വിഷയത്തിൽ 2 നിലപാടുകളുണ്ട്. അതൊന്ന്, ജിന്നിനോട് അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ ചോദിച്ചാൽ, അതായത് പടച്ചോനെ സ്വർഗത്തിലെത്തിക്കണേ, അള്ളാഹുവെ പാപം പുറത്തു തരണേ, അള്ളാഹുവെ നരകത്തിൽ നിന്ന് കാക്കണേ, അള്ളാഹുവെ കുട്ടിയെ തരണേ എന്നിങ്ങനെ അള്ളാഹിനോട് മാത്രം ചോദിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് ജിന്നിനോട് ചോദിച്ചാൽ ശിർക്ക്, ഒരു സംശയമില്ല. ജിന്നെ പാപം പൊറുക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണ്, ജിന്നെ സ്വർഗം തരണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണ്, ജിന്നെ നരകത്തിൽ നിന്ന് കാക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണ്, ജിന്നെ സന്താനങ്ങളെ തരണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണ്, അതിൽ തർക്കമൊന്നുമില്ല. എന്നാൽ സൃഷ്ടികൾക്ക് കഴിയുന്ന കാര്യം, സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യം, അത് ഹയ്യായ ഹാലിറായ ഖാദിറായ ഒരു ജിന്നിനോട് ചോദിച്ചാൽ അത് ശിർക്കാവില്ല, ഹറാമയാകുള്ളൂ എന്ന് പറയുന്നിടത്തേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ലേബൽ വഹിക്കുന്ന, സലഫി ആദർശത്തിന്റെ ലേബൽ വഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ അതാണോ ആദർശം? അതാണോ ആദർശം? മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തോട് പറയുന്നു അത് പച്ചയായ ശിർക്കാണ് എന്ന്. ഇനി നോക്കൂ, മുസ്ലിം സമൂഹത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന മുജാഹിദുകളിൽ നിന്ന് വേറിട്ട് പോയ ഒരു വിഭാഗം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ കുറിച്ച് ഈ സമൂഹത്തിൽ സംശയം ജനിപ്പിക്കുകയും ലിബറലിസത്തിലേക്ക്, യുക്തിവാദത്തിലേക്ക് ഈ സമൂഹത്തിന്റെ കുട്ടികളെ സംഭാവന ചെയ്യാൻ ഒരുങ്ങുകയും ചെയ്യുന്നവർ,
ഇസ്ലാം പഠിപ്പിച്ച ഹദീസ് സ്വീകരിക്കുവാനുള്ള മാനദണ്ഡങ്ങളെയൊക്കെ വലിച്ചെറിഞ്ഞ് ഞങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്ന ഹദീസുകളെ സ്വീകരിക്കൂ എന്ന് പറയുന്നവർ ഇസ്ലാമാണോ ഈ സമൂഹത്തിന്റെ മുന്നിൽ പറയുന്നത്? ആരുടെ ബുദ്ധിയാണ് മാനദണ്ഡമാക്കേണ്ടത്? ഇതിനേക്കാൾ ബുദ്ധിയും വൈജ്ഞാനികമായ കരുത്തുമുണ്ടായിരുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാർ സ്വീകാര്യോഗ്യമാണ് എന്ന് വിലയിരുത്തിയ ഹദീസുകൾ, ആ ഹദീസുകളെ കുറിച്ച് സംശയം ജനിപ്പിക്കുകയും ആ ഹദീസുകളൊക്കെ ചവറ്റുകൊട്ടയിൽ തള്ളേണ്ടതാണ് എന്ന് പറയുകയും ചെയ്യുന്നവർ ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? മറ്റൊരു സംഘടന ജമാഅത്തെ ഇസ്ലാമി നമുക്കറിയാം. ഒരു കാലത്ത് നമ്മളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരാൾ ജാറത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. നമ്മുടെ അയൽവാസി അയാൾ രാവിലെ ഭാര്യയെയും മക്കളെയൊക്കെ കൂട്ടിയിട്ട് പുറത്തേക്ക് പോകുന്നത് കണ്ടപ്പോൾ നമ്മൾ ഭാര്യയോട് ചോദിക്കുകയാണ്, എങ്ങോട്ടോ അവർ പോകുന്നത്? അവർ ഏർവാടിക്ക് പോവാണ്, അല്ലെ മടവൂരേക്ക് പോവാണ്, അല്ലെങ്കിൽ ഏതോ ജാറത്തിലേക്ക് നേർച്ചയ്ക്ക് പോവാണ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സങ്കടമില്ലേ? ആ സങ്കടം ജമാഅത്തെ ഇസ്ലാമിക്കാർക്കുണ്ടായ ഒരു കാലമുണ്ടായിരുന്നു. എന്തിനായിരുന്നു സങ്കടം എന്നറിയോ? നമ്മൾ രാവിലെ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് ഭാര്യയെയും മകനെയും മകൻ്റെ ഭാര്യയൊക്കെ കൂട്ടിയിട്ട് ഇലക്ഷന് വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ തൊട്ടടുത്ത് വീട്ടിലെ ജമാഅത്തേറെ നെഞ്ചി കൈവെക്കുമായിരുന്നു. നോക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നൊരു ഖൗമിൻ്റെ അവസ്ഥ ശിർക്ക് ചെയ്യാനാണല്ലോ ഈ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മാറി മൂല്യം നോക്കി വോട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി, അല്ലേ? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ അരീക്കോട് പഠിക്കുന്ന കാലത്ത് ആണ് ആദ്യമായി ജില്ലാ പഞ്ചായത്ത്, അതേപോലെ ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇ കെ നായനാറായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ആദ്യം നടന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ അരീക്കോട് നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചത് എൻ വി ഇബ്രാഹിം സാഹിബായിരുന്നു. എൻ വി ഇബ്രാഹിം സാഹിബ് അരീക്കോട്ടെ മുജാഹിദ് പ്രവർത്തകനായിരുന്നു, ദിഷണാശാലിയായിരുന്നു. നമ്മുടെ ജാമിയ സലഫിയയുടെ സ്ഥാപന കാര്യത്തിൽ സജീവമായി പങ്കാളിയായിരുന്ന ആളായിരുന്നു. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തകനുമായിരുന്നു. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് അഡ്വക്കേറ്റ് കെ പി മുഹമ്മദ് ആയിരുന്നു, ജനതാദളിന്റെ സ്ഥാനാർത്ഥി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക്, ജില്ലാ പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി അഡ്വക്കേറ്റ് കെ പി മുഹമ്മദിന് പിന്തുണ പ്രഖ്യാപിച്ചു. മൂല്യം നോക്കിയാണ് അന്ന് ജമാഅത്തുകാർ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നത്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇടതുപക്ഷം വമ്പിച്ച ഭൂരിപക്ഷം നേടി. ഈ ഭൂരിപക്ഷം ഇതൊരു തരംഗമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അന്നത്തെ ഇ കെ നായനാർ മന്ത്രിസഭ പിരിച്ചുവിട്ടു. നായനാർ മന്ത്രിസഭ പിരിച്ചുവിട്ട് നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. മഞ്ചേരി നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഇസ്ഹാഖ് ഉരിക്കളാണ്. UDFന്റെ സ്ഥാനാർത്ഥി. LDFന്റെ സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് കെ പി മുഹമ്മദ് തന്നെ വന്നു. ആ ഇലക്ഷൻ പ്രചാരണത്തിന് അഡ്വക്കേറ്റ് കെ പി മുഹമ്മദ് അരീക്കോട് വെച്ച് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം ചോദിച്ചു, അല്ല ജമാഅത്തെ ഇസ്ലാമിക്കാരെ, നിങ്ങളുടെ ഈ മൂല്യത്തിന്റെ മാനദണ്ഡം ഒന്ന് എനിക്ക് പറഞ്ഞു തരുമോ? ജില്ലാ പഞ്ചായത്തിലേക്ക് ഞാനും എൻ വി ഇബ്രാഹിം സാഹിബും മത്സരിച്ചപ്പോ നിങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചത് എനിക്കാണ്, ഇബ്രാഹിം സാഹിബിനല്ല. ഇവിടെ ഇതാ ഞാനും ഇസ്ഹാഖ് ഉരിക്കളും മത്സരിക്കുമ്പോ നിങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കുന്നത്, മൂല്യം പറഞ്ഞുകൊണ്ട് പിന്തുണ പ്രഖ്യാപിക്കുന്നത് ഇസ്ഹാഖ് ഉരിക്കാണ്. ഞാനും എൻ വി ഇബ്രാഹിം സാഹിബും ഒക്കെ ഒരുപാട് യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ആ യോഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നിസ്കാരത്തിന്റെ സമയമായാൽ ഇബ്രാഹിം സാഹിബ് പറയും, ഞാൻ പോയി നിസ്കരിച്ചിട്ട് വരാം. ചില മീറ്റിങ്ങുകളിലൊക്കെ അദ്ദേഹത്തിന്റെ മുമ്പിൽ ചായ വെച്ചാൽ അദ്ദേഹം പറയും, വേണ്ട എനിക്ക് നോമ്പാണ് എന്ന് പറയും. അങ്ങനെയുള്ള ആളും ഞാനും മത്സരിച്ചപ്പോൾ എനിക്ക് ഞങ്ങൾ മൂല്യം തന്നത്. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു ഇസ്ഹാഖ് ഉരിക്കളുമായിട്ട് മത്സരിക്കുമ്പോൾ എനിക്ക് തന്നെയായിരിക്കും മൂല്യം. കാരണം ഇസ്ഹാഖ് ഉരിക്കക്ക് പോലും അഭിപ്രായം ഉണ്ടാവില്ല ഇബ്രാഹിം സാഹിബിനേക്കാൾ മെച്ചാണ് മൂപ്പര്. നിങ്ങൾ എന്ത് മാനദണ്ഡം അനുസരിച്ചാണ് ഈ മൂല്യം കൽപ്പിക്കുന്നത് എന്നായിരുന്നു ചോദ്യം. ഇപ്പോഴെവിടെ എത്തി? സ്വന്തമായി രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് ശിർക്കാണ് എന്ന് പറഞ്ഞത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയുന്നത്, മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം
പ്രമാണങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്നു എന്നതുകൊണ്ട്, വിശുദ്ധ ഖുർആനിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ആ മാനദണ്ഡങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നതുകൊണ്ട് ഒരു പ്രയാസവുമില്ലാതെ, ഒരു പ്രതിസന്ധിയുമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നു. ഭിന്നിപ്പുകൾ ഉണ്ടാകാം, ഛിദ്രതകൾ ഉണ്ടാകാം, ആളുകൾ മാറിപ്പോകുന്നുണ്ടാകാം. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിന് അതിൻ്റെ യഥാർത്ഥ ആശയത്തിൽ ഒരിക്കൽ പോലും വെള്ളം ചേർക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഈ പ്രമാണങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്നു എന്നതുകൊണ്ടാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്, വിശദീകരിക്കപ്പെടുന്നത്. ഇതാണ് നമ്മളുടെ മാനദണ്ഡമായി നമ്മൾ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യേണ്ടത്. അതിലൂടെ അടിയുറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനും ആദർശ പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമാകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.